സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ, ഈ ആനുകൂല്യങ്ങളായാലും അത് ക്ഷേമ പദ്ധതികളാണ്, വികസന പദ്ധതികളും നിലച്ചു പോകാൻ പാടില്ലാത്തതാണ്. ഇത് ഇടതുപക്ഷം വന്നപ്പോഴാണ് ഇത്തരം പദ്ധതികളെല്ലാം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു ഗവൺമെന്റും ഈ സമാനമായ പദ്ധതികളൊന്നും കാര്യമായി നടപ്പിലാക്കിയിട്ടേ ഇല്ല. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ചേർത്തലയിൽ തിരക്കിട്ട പ്രചരണ പ്രവർത്തനത്തിലാണ് പി പ്രസാദ്. അങ്ങനെ ഇവരൊക്കെ കാണുമ്പോൾ എന്താ തോന്നുക? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അവരുമായിട്ട് കേവലമായൊരു വോട്ടഭ്യർത്ഥന മാത്രമല്ല, അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അവർ ചില കാര്യം ഉന്നയിക്കുന്നതിന് മറുപടി പറയേണ്ടതുണ്ട്, പരിഹാരം കാണേണ്ടതുണ്ട്. അത്തരം ഒരു ആശയവിനിമയത്തിന്റെ രീതിയാണ്. കേവലമായൊരു വോട്ടഭ്യർത്ഥിച്ച് കൈവീശി പോകുന്ന പരിപാടി സ്വീകരിച്ചിട്ടേ ഇല്ല ഇന്നുവരെയും. 5 വർഷം മുമ്പ് ഇവരെല്ലാം കാണുമ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. അവരോടെല്ലാം സംസാരിച്ച് അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ആദ്യം അത് തന്നെയാണ് കേട്ടതെല്ലാം. അതെല്ലാം നോക്കി അതെല്ലാം പറഞ്ഞു. അവർക്കൊക്കെ നല്ല പരാതികളുണ്ട്. അത് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ പാവങ്ങളൊക്കെ വന്നിട്ട് രാവിലെ കണ്ണിന്റെ ഫോട്ടോ എടുപ്പെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാം ആവുന്നില്ലെങ്കിൽ ആ ആപ്പിലേക്ക് അതെല്ലാം കയറണം. നേരത്തെ എല്ലാം ഒരു റോളിനകത്ത് ഒപ്പിട്ടാൽ മതിയായിരുന്നു. പേപ്പറിൽ ഒരു ബുക്കിൽ ഒപ്പിട്ട് അവർ പണിക്ക് കയറുകയായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് പിന്നെ അതിൽ വീണ്ടും മാറ്റം വരുത്തിയിട്ട് അതിനകത്തെല്ലാം മൊത്തത്തിലൊരു ഫോട്ടോ എടുക്കണം, ഗ്രൂപ്പ് ഫോട്ടോ. അതും കുഴപ്പമില്ല. ഇപ്പോൾ ഓരോരുത്തരെയും വിളിച്ചു നിർത്തി അവിടെ നിന്ന് ഇങ്ങനെ കണ്ണിന്റെ ഒക്കെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എത്രയോ നേരം കഴിഞ്ഞായിരിക്കും ഇത് ആവുക. അപ്പോൾ ഇല്ലെങ്കിൽ ഈ പണിയിൽ ഏർപ്പെട്ടിട്ട് അവർ അന്നത്തെ ദിവസം രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്ന അവസ്ഥയെല്ലാം ഉണ്ടാവും. അത് അതാണ് അവരിന്ന് ഏറ്റവും കൂടുതലായി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം. കേന്ദ്ര ഗവൺമെന്റാണ് അത്തരമൊരു നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. അത്തരമൊരു നിബന്ധനയൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അത് മാറ്റേണ്ടത് അനിവാര്യമാണ്. സാധാരണ മനുഷ്യരാണ്. ആ സാധാരണ മനുഷ്യർക്ക് അവരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടാവേണ്ടതെല്ലാം. അവർ ഈ പണിക്ക് വേണ്ടി അതിരാവിലെ തന്നെ വീട്ടിലെ മറ്റെല്ലാം റെഡിയാക്കിയിട്ടാണ് വന്ന് ഓരോ പറമ്പുകളിൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം. ഇതാവുന്നത് വരെ അവർക്ക് ഇരിക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് അത്ര അവരുടെ തൊഴിൽ ധനം ഇതാക്കുന്നതിനുള്ള വലിയ പഞ്ചായത്ത് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് നന്നായി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ 99 ദിനങ്ങൾ വരെ ആയിട്ടുണ്ട്. 100 ദിനങ്ങൾ പൂർത്തിയായ ചില മേഖലകളുണ്ട്. ഇവിടെ 99 വരെ ആയിട്ടുണ്ട്. 1 കിട്ടിയാൽ 100 ആക്കാൻ വേണ്ടി നിൽക്കുന്നവരെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടു, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. സഹായിക്കണം എന്ന് അവസാനം തെരഞ്ഞെടുപ്പിന്റെ കാര്യവും പറഞ്ഞു. അവർ സഹായിക്കാം എന്നത് കേട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വന്നത്. ഇനി എന്താണ് ചേർത്തലയ്ക്ക് ഇവർക്ക് വേണം എന്നുള്ളൊരു പരാതി, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഇനി ചേർത്തലയ്ക്ക് എന്തൊക്കെ വേണം? ഈ 5 കൊല്ലം കൊണ്ട് നടപ്പിലാക്കാൻ ഇനി പറ്റാത്തത് എന്തൊക്കെയുണ്ട്? നമ്മൾ ചേർത്തലയിൽ ആദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും സുപ്രധാനമായത് നമ്മുടെ തീരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. കടൽ ഭിത്തി ഇല്ലാത്തയിടങ്ങൾ, കടലൊന്ന് കരുതുള്ളിയാൽ വീടുകൾ തകർന്നു പോകുന്ന അവസ്ഥ. നമുക്ക് തന്നെ വലിയ പ്രയാസം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അതെല്ലാം. അതിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലും നടത്തി, ടെട്രാപോഡുകൾ നിർത്തിയതെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ അതിന് കുറച്ച് മെയിൻ്റനൻസ് ചിലയിടങ്ങളിൽ മാത്രം ബാക്കിയുള്ളൂ. നമ്മൾ കുറച്ച് എണ്ണം പറഞ്ഞ പാലങ്ങളും റോഡുകളുമായിരുന്നു പിന്നുണ്ടായിരുന്നത്. താലൂക്ക് ആശുപത്രിയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 85 കോടിയോളം രൂപ മുടക്കി അത് പൂർണ്ണമായി. ഇനി അതിനകത്ത് വേണ്ട ഉപകരണങ്ങൾക്കടക്കമുള്ള പൈസ ഉണ്ട്. അതെല്ലാം വെച്ചത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞു. പ്രധാനപ്പെട്ട സ്കൂളുകൾക്കുള്ള ഫണ്ട് അനുവദിച്ചു. അംഗനവാടികൾ സ്മാർട്ടാക്കുന്നു. ഇതൊക്കെ നമ്മൾ നിശ്ചയിച്ച കാര്യമാണ്. 5 വർഷം മുമ്പ് ഞാൻ വരുമ്പോൾ നമുക്കൊരു പൊതുമേഖലാ സ്ഥാപനം ഇല്ല. നമുക്കൊരു 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭവും ചേർത്തലയിൽ ഇല്ല. നടപ്പിലാക്കും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറയുമ്പോൾ ഭൂമിയൊക്കെ ലഭ്യമാകും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറയുകയായിരുന്നു. പക്ഷെ എന്നാൽ ഭൂമി ലഭ്യമാവുക വലിയൊരു പ്രയാസമായിട്ട് മാറി. എന്നാൽ 2 ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ 1 ഏക്കർ ഭൂമി കിട്ടി. തിരുവഴയിൽ 50 കോടിയുടെ ഒരു അഗ്രോ പാർക്കിന് തുടക്കമാരം ഇട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 5 കൊല്ലം മുമ്പ് പറഞ്ഞ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഇനി എന്തെന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണമുണ്ട്. അതിനെല്ലാം ഏറെക്കുറെ അതിന് പണം അനുവദിച്ചു. ടെൻഡർ നടപടികളിലേക്ക് നീങ്ങി വർക്ക് എടുത്ത് ചെയ്യുക. ചിലതെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തിയായി. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. IT അടക്കമുള്ള രംഗങ്ങളിലേക്ക് ഇവർക്ക് പരിശീലനം കൊടുത്താൽ ചെയ്യാൻ പറ്റും. ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീട്ടിനകത്തും വീടിനടുത്തുള്ള ഇടങ്ങളിൽ ഇരുന്നിട്ട് അത്തരം ജോലികൾ ചെയ്യാൻ കൂടി കഴിയുന്ന ഉൾപ്പെടെ നമ്മുടെ വീട്ടമ്മമാരെ ഏതെല്ലാം തരത്തിൽ അവർക്ക് പ്രത്യേകമായ ഇങ്ങനെ വന്ന് ഈ പറമ്പിലിരിക്കുന്ന വല്ലപ്പോഴും കിട്ടുന്നൊരു പണിക്ക് അപ്പുറത്തേക്ക് കൂടുതലൊരു മെച്ചപ്പെട്ട വരുമാനം ലഭ്യമാവാൻ കഴിയുന്ന തരത്തിലൊരു പദ്ധതി 2026 തന്നെ നടപ്പിലാക്കണമെന്നാണ് ആലോചിക്കുന്ന ഒരു കാര്യം. കൂടുതലായ സംരംഭകത്വത്തിന് ഒരു സാധ്യതയുണ്ട്, ചേർത്തലയിലുമുണ്ട്. അത് നമ്മുടെ ടൂറിസം ആയാലും കൃഷി ആയാൽ നമ്മുടെ മത്സ്യ മേഖല, നമ്മുടെ ഇവിടെ ഈ കക്ക മത്സ്യ മേഖലയെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ തീരത്ത് അതേപോലെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അനന്തമായ സാധ്യതകൾ ഉള്ളതിനെ എങ്ങനെയാണ് ചെറിയ സംരംഭങ്ങളാക്കി വലിയ സംരംഭങ്ങളുമാക്കി മാറ്റാൻ പറ്റുക? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിന് നാട്ടിൽ തന്നെ പണി കിട്ടുന്ന ഒരു പദ്ധതി ആയി അത് വരണം. ഒരു 100 സംരംഭങ്ങളെങ്കിലും നമുക്ക് അത്തരത്തിലുണ്ടാവണം.
ഒരു 50 മുതൽ ആളുകൾ അതിന് പണി ലഭ്യമാകുന്ന തരത്തിലേക്ക് ഒരു മാർഗമായി വരുന്ന തരത്തിലേക്ക് അത് എത്തണം എന്ന തരത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. അതും 2026 തന്നെ തുടക്കം കുറിക്കണമെന്നാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പൊ കൊച്ചിയുടെ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് ഈ ചേർത്തലയാണ്ട് മാറും. ഈ പുതിയ ഹൈവേ സംവിധാനം എല്ലാം വരുമ്പോഴേക്കും അത് വരും. എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും? ഇവിടെ കൂടുതൽ ആൾക്കാർ ഭൂമി വാങ്ങിച്ചു, അവരവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതിന് അപ്പുറത്തേക്ക് വർക്ക് അറ്റ് ഹോം നമ്മുടെ ഒരു അനുഭവമായിരുന്നു കോവിഡ് കാലത്ത്. വർക്ക് നിയർ ഹോമിന്റെ സംവിധാനം ചേർത്തലയിൽ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇന്ത്യയിലും ലോകത്തുമുള്ള വലിയ സ്ഥാപനങ്ങളിലേക്കുള്ള ജോലികൾ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്കതിനെ രൂപപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു സ്ഥാപനം ചേർത്തലയിൽ തുടങ്ങേണ്ടത് അനിവാര്യമാണ്. അതും നമുക്ക് തുറക്കുക. ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ വീട്ടമ്മമാരെ പരിശീലിപ്പിച്ചെടുത്താൽ അവർ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താൻ പറ്റും. നിങ്ങൾ ഇവരോട് നോക്കൂ, ഇവരെല്ലാം നല്ലവണ്ണം ഈ കാര്യങ്ങളിൽ പരിശീലനം സിദ്ധിച്ചാൽ അതിൽ ഇടപെടാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ വന്നപ്പോൾ പല മേഖലകളിലേക്ക് അവരെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പരിശീലിപ്പിച്ചാൽ അവർക്ക് തന്നെ മെച്ചപ്പെട്ട വരുമാനം ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തിയാൽ അതൊരു വിജയകരമായി മാറും എന്നുള്ളതാണ്. ഒരു 100 സംരംഭങ്ങൾ 2 കൊല്ലത്തിനകം ചേർത്തലയിൽ ഉണ്ടാവണം എന്ന തരത്തിലാണ് ഞങ്ങളൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അനന്തമായ ടൂറിസം സാധ്യതകളാണ്, അതിനെയും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെ കുറച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് 2026 തന്നെ അതിന്റെ തുടക്കമിടണമെന്നാണ് ആലോചിച്ചിരിക്കുന്നത്, അത് നടപ്പിലാക്കണമെന്നാണ് ആലോചിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു മെച്ചപ്പെട്ട വരുമാനം ലഭ്യമാവാത്ത ഒരു വീട് പോലും ഉണ്ടാവരുത്. അത് ഒറ്റയടിക്ക്, പക്ഷേ അത് ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ വരണം. ഒരു മെച്ചപ്പെട്ട വരുമാനം, മെച്ചപ്പെട്ട ഒരു അന്തസ്സാർന്ന ജീവിതം നയിക്കാൻ ഒരു കുടുംബത്തിനെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ ഒരു വരുമാനം, എന്തൊരു തൊഴിലായിരിക്കും ചെയ്യാൻ പറ്റുക, അതിന് ആ പ്രദേശവുമായിട്ടുള്ള പരിഗണന എന്തായിരിക്കും, അങ്ങനെ ആലോചിച്ച് ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കും. അത് തെരഞ്ഞെടുപ്പിന്റെ ഇതിന് ശേഷം വിവിധ മേഖലയിലുള്ള ആളുകളുമായി ഇക്കാര്യത്തിൽ കൂടിയിരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പദ്ധതി ചേർത്തലയിൽ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇപ്പം മനസ്സിലുള്ള ആലോചനയിലുള്ള. ഒരു ഘട്ടത്തിൽ വരെയെങ്കിലും അതിന്റെ ചില ചർച്ചകൾ നടത്തിയിട്ടുള്ള ഒരു ഒരു ഭാവി പദ്ധതി, ഭാവി ചേർത്തല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴേ ചേർത്തലയിൽ മാത്രമല്ല സംസ്ഥാനത്തെമ്പാടും എന്ത് ട്രെൻഡ് ഉണ്ടാവും ഇത്തവണ? ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാവും. ഞാൻ ഇവരോട് ചോദിച്ചു, സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇവരോട്. ഇവിടെ അതിനകത്ത് പെൻഷൻ വാങ്ങിക്കുന്ന അമ്മമാരുണ്ട്, 2000 രൂപയുടെ പെൻഷനാണ്. ഇടയ്ക്കൊന്ന് മുടങ്ങിയപ്പോൾ എന്തൊരു പുകിലായിരുന്നു, അത് ഉടനിക്കട്ടെ, അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവും. ഒരാൾക്ക് പോലും കുടിശ്ശികയില്ല. സ്ത്രീ സുരക്ഷ 1000 രൂപയുടെ പരിപാടിയുണ്ട്. അപേക്ഷിക്കാൻ താമസിച്ചു പോയവർ, അപേക്ഷിച്ചതിനകത്ത് ചില പെശക് വന്നിട്ടുള്ളവർ ഒഴിച്ചാൽ ഈ പഞ്ചായത്തിൽ തന്നെ 2000-ന് മുകളിൽ ആൾക്കാർക്ക് ആ പെൻഷൻ കിട്ടുന്നുണ്ട്. അപേക്ഷ അംഗീകരിച്ച മാസത്തെ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2 മാസത്തെ പെൻഷൻ വാങ്ങിച്ചവർ, അയാൾ 2 മാസത്തെ പെൻഷൻ വാങ്ങിച്ച അല്ലേ? ഓ ഉണ്ടോ ഇല്ലേ? ആ ഉണ്ട്. എന്നോട് ഞാൻ ചോദിച്ചു, ബാക്കിയൊന്നും നമുക്കറിയില്ല കേട്ടോ. അവരെല്ലാം അപ്പൊ ഇങ്ങനെ ചിലർക്ക് കിട്ടാത്തതിന്റെ ഉണ്ട്, അത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ അപേക്ഷകൾ പക്ഷേ ഇനി ഇലക്ഷന്റെ ശേഷം മാത്രമേ പ്രോസസ്സിംഗ് നടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇപ്പൊ ലൈഫിന്റെ കാര്യം ഒരമ്മച്ചി എന്നോട് പറഞ്ഞു, ലൈഫിന്റെ പറഞ്ഞു. അപ്പൊ അതിന്റെ ആദ്യ ഗഡുവിന്റെ ആയിട്ടുണ്ട്. ഇവിടെ 7 കോടി രൂപ അതിന്റെ ആൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ, ഈ ആനുകൂല്യങ്ങളായാലും അത് ക്ഷേമ പദ്ധതികളാണ്, വികസന പദ്ധതികളും നിലച്ചു പോകാൻ പാടില്ലാത്തതാണ്. ഇത് ഇടതുപക്ഷം വന്നപ്പോഴാണ് ഇത്തരം പദ്ധതികളെല്ലാം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു ഗവൺമെന്റും സമാനമായ പദ്ധതികളൊന്നും കാര്യമായി നടപ്പിലാക്കിയിട്ടേ ഇല്ല. ഇത് നിലച്ചു പോകാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളൊരു ചിന്ത കേരളത്തിലുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സുധാകരൻ താങ്കൾക്കെതിരെ പ്രസംഗിക്കാൻ ചേർത്തലയിൽ എത്തിയോ? അറിയില്ല, അതിനെക്കുറിച്ചൊന്നും ഇതാക്കിയില്ല. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ലേ? നമുക്ക് എതിരായിട്ട് ആരും മിണ്ടിക്കൂടാ, നമുക്കെതിരായിട്ട് ആരും പറഞ്ഞുകൂടാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയമല്ലേ. അപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലാത്ത ഒരാൾക്ക് നമ്മളെ വിമർശിക്കാൻ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. നമ്മളും പറയുന്നില്ലേ? ഇപ്പം ഞാൻ എല്ലാവരെ കുറിച്ചും പറയും, എന്നെക്കുറിച്ച് ആരും പറയാൻ പാടില്ല എന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ വരട്ടെ, എല്ലാം ജനങ്ങളുടെ മുമ്പിലേക്കാണ്. അപ്പോൾ അത് ഇതിനകത്ത് ജനങ്ങൾ വിലയിരുത്തും. ആ വിലയിരുത്തൽ മാത്രം മതിയാവും. അതല്ലാതെ ഞാൻ അതിനകത്ത് വേറൊന്നും കാണുന്നില്ല. അദ്ദേഹം വേറെ തരത്തിൽ ഞങ്ങൾ ആരെയും വ്യക്തിപരമായ ഒരാക്ഷേപവും ഒരാൾക്കെതിരെയും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. സ്പന്ദനം സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നുണ്ടോ? ഇവിടെയെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഞാനിപ്പം ചേർത്തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുള്ളൂ. സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിൽ നമ്മൾ ഇവിടെയാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല. അപ്പൊ അങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നിടത്ത് ഇവിടെ അതിനെക്കുറിച്ച് യാതൊരു ഇതും എനിക്ക് അനുഭവപ്പെടുന്നില്ല.
ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ കാര്യം ഇപ്പൊ പറയാൻ കഴിയുന്നുള്ളൂ. എന്റെ മുമ്പിൽ അങ്ങനൊരു ഇത് ഇവിടെ ഉണ്ടാവുന്നില്ല. എനിക്ക് അവിടെ ഇല്ലെന്നാണ് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ അതിന്റെ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ജനങ്ങൾക്കിടയിലാണ് മന്ത്രി ഉള്ളത്. അവസാന വട്ടവും വോട്ട് ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് എസ് സജിത്തിനൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിപാൽ, റിപ്പോർട്ടർ, ആലപ്പുഴ.